വെൽക്കം ടു ഫ്ലൈം ബേർഡ്സ്. ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സും ഞങ്ങളുടെ കുട്ടികളെല്ലാവരുമായിട്ട് ഒരു സ്ഥലം വരെ ഒരു ട്രിപ്പ് പോവാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്. ഈ സ്ഥലത്തെക്കുറിച്ച് കുറച്ച് പേർക്ക് അറിയില്ല. അപ്പോൾ ഞാൻ ഈ സ്ഥലത്തെക്കുറിച്ചെല്ലാം പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നവർക്കൊക്കെ ഇവിടെ പോയി എൻജോയ് ചെയ്ത് വരാൻ പറ്റും കേട്ടോ. നമ്മുടെ അടുത്ത് തന്നെയാണ്, കാക്കനാടാണ് ഞാൻ പോണത്. ചിറ്റിലപ്പിള്ളി സ്ക്വയർ, നമ്മുടെ സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ അവിടെയാണിത്. ഞങ്ങളെല്ലാവരും കൂടി ചെറിയൊരു ട്രിപ്പ് പോണതാണ്. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 10-10:30 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളിത് ഇത്രയും പേരാണ് ഞങ്ങൾ പോണത്. അതായത് ഈ ഒരു കാറിൽ കയറാവുന്ന ആളുകളാണ് ഇതിലുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും ഈ കുട്ടികളൊക്കെ ഏകദേശം ഒരേ വൈബാണ്, ഞങ്ങളും ഒരേ വൈബാണ്. അപ്പോൾ പിന്നെ ഒന്ന് അടിച്ച് പൊളിച്ചിട്ട് വരാം, ഒരു 1 ഡേ എന്നുള്ള കണ്ടീഷനിലാണ് ഞങ്ങൾ പോണത്. ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോയത് ഫുഡ് അടിക്കാനാണ്. കാരണം ഫുഡില്ലാണ്ടൊരു കളിയില്ല ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ ആദ്യം അവിടെ അടുത്ത് തന്നെയുള്ള, കാക്കനാട് തന്നെ അവിടെ അടുത്തുള്ള ചോപ്പ് സ്റ്റിക്സിലാണ് ഞങ്ങൾ പോയത്. ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് എന്ന് തന്നെ പറയാം. ഒരു ചൈനീസ്, തായ്ലൻഡ്, ഇൻഡോ ഈ ഒരു കോമ്പിനേഷനിലുള്ള ഫുഡാണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കണം. അതിൻ്റെ ഇടയിൽ ചോപ്പ് സ്റ്റിക്കും ഒക്കെ വന്നപ്പോൾ പിള്ളേർ എങ്ങനെ അതുകൊണ്ട് ഫുഡ് കഴിക്കാം എന്നുള്ള പരീക്ഷണത്തിലാണ്. ഞങ്ങളും ചെയ്ത് നോക്കുന്നുണ്ട്. ഞങ്ങൾ ഓർഡർ ചെയ്തേക്കണത് സ്റ്റീംഡ് മൊമോസും അതാണ് ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്തേട്ടാ. അത് കഴിഞ്ഞിട്ട് പിന്നെ അമേരിക്കൻ ചോപ്സി, പിന്നെ ചീസി ചിക്കൻ വൺടൺ, പിന്നെ ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു നൂഡിൽസ്, പിന്നെ ഒരു ഐറ്റം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് പേരെനിക്ക് ഓർമ്മ വന്നില്ല. എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഇറ്റാലിയൻ ജെലാറ്റോന്ന് ഞങ്ങൾ ഐസ്ക്രീമും വാങ്ങി വയറൊക്കെ നിറച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ പറഞ്ഞ ചിറ്റിലപ്പിള്ളി സ്ക്വയറിലേക്ക് പോകുന്നത്. ഇതിവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഒരു 10-200 മീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ ഈ ഹോട്ടലും ഇതും തമ്മിൽ. ഇതാണ് ചിറ്റിലപ്പിള്ളി സ്ക്വയർ. നമ്മുടെ വണ്ടർലയുടെ അവരുടെ തന്നെ, ചിറ്റിലപ്പിള്ളിയുടെ അവരുടെ തന്നെയാണ് ഇതും. ഒരു 11 ഏക്കറിലാണ് ഈ പറഞ്ഞ പാർക്ക്. അതിൽ ജോഗിങ്ങിനും ഫിറ്റ്നസ്സും ഫണ്ണും അഡ്വെഞ്ചർ ഇങ്ങനെ 3 കാര്യങ്ങൾ ചേർന്നിട്ടാണ് ഇവർ ഇതിവിടെ നമുക്ക് വേണ്ടി റെഡിയാക്കിയിരിക്കണത്. ഈ ഏരിയയുടെ അടുത്തുള്ളവർക്കൊക്കെ ജോഗിങ്ങിനും പിന്നെ ഓരോ കോഴ്സുകൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. സ്വിമ്മിങ്, സ്കേറ്റിങ്, അങ്ങനെയൊക്കെ കോഴ്സുണ്ട്. ബാസ്കറ്റ് ബോളൊക്കെ കോഴ്സുകളുണ്ട്. അത് നമുക്ക് പിന്നെ എത്തിപ്പെടാൻ പറ്റില്ലല്ലോ, നമ്മളിപ്പോൾ ദൂരെ നിന്ന് വരുന്നതല്ലേ. വീക്ക് ഡേകളിൽ ഇവിടെ 2 മണി തുടങ്ങിയാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അല്ലാത്ത സമയത്ത് റെസ്റ്റോറൻറ്റ് ഇവിടെ ഓപ്പൺ ആണ് കേട്ടോ. രാവിലെ ഒരു 8:30 തുടങ്ങി രാത്രി ഒരു 10:30 വരെയും റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇവിടെയുള്ളത് പിന്നെ ഓപ്പൺ ജിമ്മും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഫണ്ണി ആയിട്ടുള്ള കുറച്ച് ഗെയിംസുകളുണ്ട് ഇവിടെ. ഇതൊക്കെ ഫണ്ണി ഐറ്റംസുകളിൽ പെടുന്നതാണ്. ഞങ്ങളിങ്ങനെ ഒരു 370 ഒരു പാക്കാണ് ഞങ്ങളെടുത്തത്. അതിൽ അത്യാവശ്യം ഗെയിംസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് കാര്യങ്ങൾ, റോക്ക് ക്ലൈമ്പിംഗ് ആയിരുന്നു ഇപ്പോൾ കണ്ടത്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഉള്ളതാണ് ഇല്യൂഷൻ സ്ക്വയർ. അത് അടിപൊളിയാണ്. പിള്ളേരൊക്കെ എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞാൽ പോരാ, അത്രയ്ക്ക് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളും അതേട്ടാ. ഇവിടെ ചെറിയ കുട്ടികൾക്ക് ഹൈറ്റ് അനുസരിച്ച് അവർ ഏജും അനുസരിച്ചാണ് ഇവിടെ സൈക്ലിങ് കാര്യങ്ങളൊക്കെ മാറ്റിയേക്കണത്. ഇത് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള ഒരു സൈക്ലിംഗ് ആണ്.
പിന്നെ ഇത് ഫാമിലി സൈക്കിളാണ്. ഇത് പുറകിലിരിക്കണ അവനാണ് ഇത് ചവിട്ടണം. അതിൻ്റേതായ പ്രത്യേകത കൊണ്ട് ഭയങ്കര അടിപൊളിയായിരുന്നത്. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഇത് വിചാരിക്കുന്നിടത്തേക്ക് പോവില്ല കേട്ടോ. പിന്നെ ഇത്രയും പേരുടെ വെയിറ്റ് ഉണ്ടല്ലോ, കോമഡി ആയിരുന്നു. പെഡലുകൾ പുറകിലാണ്. പിന്നെ ഇവിടെ കുട്ടികൾക്കുള്ളൊരു പാർക്ക്, ചെറിയ കുട്ടികൾക്ക്, കൊച്ചു കുട്ടികളെ കൊണ്ടുവരാണെങ്കിൽ അവർക്കുള്ളൊരു പാർക്കുണ്ട്. ഈ കാണുന്നതാണ് അഡ്വഞ്ചറസ് ആയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. ഇതുപോലെ തന്നെ ഒരു ഫൺ ഗെയിമാണ്. ഈ റിങ്ങിൻ്റെ ഉള്ളിക്കൂടെ, അല്ല ഈ റിങ് ഇതിൻ്റെ ഉള്ളിക്കൂടെ കയറ്റണതാണ്. പക്ഷേ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അലാം അടിക്കും. പിന്നെ നമുക്ക് വേണ്ടി ഈവനിങ്ങിൽ കുറച്ച് ഗെയിംസും കുറച്ച് പ്രോഗ്രാംസും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പാട്ടും ഡാൻസും. നമുക്ക് വേണമെങ്കിൽ പാട്ട് പാടണമെങ്കിൽ നമുക്കും വരാം. അവിടെ ഒരാൾ കണ്ടക്ട് ചെയ്യാനായിട്ടുണ്ടാവും വേറെ. പിന്നെ ഇതൊരു റിങ്ങിൻ്റെ ഒരു ഡാൻസാണ്. ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ടയേർഡായിട്ട് വരണമെങ്കിൽ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം റിലാക്സ് ചെയ്യാനും പറ്റും. അങ്ങനെയും ചെയ്യാം. ശരിക്കും നമ്മൾ കൊടുക്കുന്ന ഈ 370 നല്ല വേർത്തായിട്ടുള്ളൊരു പാർക്ക് തന്നെയാണ് കേട്ടോ. ഒരുപാട് റേറ്റ് നമ്മൾ ഇറക്കുന്നില്ല, പക്ഷെ നമുക്ക് ആ ടൈം ഫുള്ള് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരേ വൈബുള്ള ആളുകൾ വന്നാലാണ് കൂടുതൽ എൻജോയ്മെൻറ്റ് ഉണ്ടാവും. തന്നെക്ക് പോയി കഴിഞ്ഞാൽ അത്ര എൻജോയ്മെൻറ്റ് ഉണ്ടാവില്ല. നമ്മൾ ഫാമിലിയോ ഫ്രണ്ട്സോ അങ്ങനെ, അല്ലെങ്കിൽ കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്ന് അങ്ങനെയൊക്കെ ഗ്രൂപ്പ് വരാനാണെങ്കിൽ നല്ല പറ്റിയൊരു ഓപ്ഷനാണ്. പിന്നെ അന്ന് ഞങ്ങൾക്ക് വേണ്ടി അവിടെ ഒരു ഗെയിം ഉണ്ടായിരുന്നത്, ഈ ഫേഷ്യൽ എക്സ്പ്രഷൻ കൊണ്ട് ഈ ബിസ്ക്കറ്റ് വായിലേക്കാക്കണ ഒരു പരിപാടിയില്ലേ, അതിൽ ഞങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ എനിക്കിത് ഫസ്റ്റ് കിട്ടും ചെയ്തു കേട്ടോ. ഹാപ്പി. പിന്നെ ഇവിടെ അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഫിഷിന് ഫീഡ് ചെയ്യാനുള്ളൊരു ഏരിയ, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഫിഷിനൊക്കെ ഫീഡൊക്കെ കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ആ ഏരിയയും കവർ ചെയ്തു. ഇതില് അഡ്വഞ്ചർ പാർക്കിൽ നല്ല അടിപൊളി പരിപാടികളുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് തന്നെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളത്തിലേക്ക് വന്ന് വീഴുന്ന ആ ഒരു ഇതുണ്ട്. ഒക്കെ അടിപൊളിയാണ്. പിള്ളേരൊക്കെ നല്ലോണം തകർത്തിട്ടുണ്ട് അവിടെ. ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഈ ഇല്യൂഷൻ സ്ക്വയറിലേക്കാണ് കയറിയത്. ഇത് അടിപൊളിയാണ്. ഗ്ലൗസ് ഇട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറ്റണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് മിററാണ്. അപ്പം മിററും ടച്ച് ചെയ്യുമ്പോൾ പാട് വരാണ്ടിരിക്കാൻ വേണ്ടി അവർ നമുക്ക് ഗ്ലൗസ് തരുന്നുണ്ട്. പിന്നെ ഓരോ റൂമുകളും പലതരം ഷേപ്പുകളിലൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഇത് കണ്ട, ഇവൻ നിൽക്കണത് ഇവൻ്റെ ബോഡി പെട്ടെന്ന് നോക്കുമ്പോൾ ബോഡി ഇല്ലാത്ത പോലെ നമുക്ക് തോന്നുമല്ലോ. മിറർ കൊണ്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് ഇതിൻ്റെ മെയിനായിട്ട്. പിന്നെ ഇത് സ്ലോപ്പായിട്ടുള്ള ഒരു റൂമാണ് സെറ്റ് ചെയ്തേക്കണം. ഈ ഒരു കാൽക്കുലേഷൻ ഈ ടൈലുകൾ ഇട്ടേക്കണുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് നമുക്ക് ഇതിലേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് തല കറങ്ങണ പോലെയോ വീഴാൻ പോണ പോലെ തോന്നും. പിന്നെ ഇത് അടിപൊളിയാണ്. നമ്മൾക്ക് വഴി കണ്ടുപിടിക്കാൻ ഇതിൻ്റെ ഉള്ളിൽ പലതരം ലൈറ്റും കളറൊക്കെ യൂസ് ചെയ്തിട്ട് മിററുകൾ ചെറിയ ചെറിയ റൂമൊക്കെ പോലെ, റൂമല്ല ഒരു ചെറിയൊരു കൊറിഡോറൊക്കെ പോലെ സെറ്റ് ചെയ്തേക്കാം. അപ്പോൾ അതിൽ
ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഡോറാണോ എന്ന്. ചിലപ്പോൾ ചെന്ന് തട്ടി നോക്കുമ്പോൾ അത് ഡോറല്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇത് ഓപ്പൺ ആണല്ലോ എന്ന്. അപ്പോൾ കൈയിട്ട് നോക്കുമ്പോൾ അത് ക്ലോസ്ഡ് ആയിരിക്കും. അങ്ങനെ നമ്മൾ വഴി കണ്ടുപിടിച്ചത് എക്സിറ്റ് ആവണം ഇത് വഴി കണ്ടുപിടിച്ച്. രസമായിരുന്നു. വേഗം കയറി വേഗം തന്നെ വഴി കണ്ടുപിടിച്ച് ബുദ്ധിമാന്മാരായ ഈ രസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതൊക്കെ പോയി അതൊക്കെ വഴിയൊക്കെ കണ്ടുപിടിച്ച് വരാണെങ്കിൽ നമുക്ക് നല്ല രസമുള്ളൊരു സ്ഥലം. പലതരം ലൈറ്റും ഷേപ്പൊക്കെ അല്ലേ, നല്ല രസമുണ്ടത്. ഇവിടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ പിടിച്ച്. ഇതും രസമാണ് കേട്ടോ. നമ്മളൊരു ബ്രിഡ്ജിൻ്റെ പോലെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ചുറ്റും റൊട്ടേറ്റ് ചെയ്യണം ഇങ്ങനെ ലൈറ്റ് ഒരു ഇത്. അതും നമുക്കിങ്ങനെ വീഴാൻ പോണ പോലെയുള്ള ഒരു ഫീലിംഗാണ് നമുക്ക് ഇതിലും വരുന്നത്. ഒരു പെട്ടെന്ന് നമ്മൾ വണ്ടിയൊക്കെ നിൽക്കുമ്പോൾ ഒരു വണ്ടി കടന്നു പോകുമ്പോൾ ഉണ്ടാവണ ഒരു ഇതില്ലേ, അതുപോലെ. ഇതും നല്ലതാണ് കേട്ടോ. ഇത് മൊത്തം അടിപൊളിയാണ്. ഈ ഇലൂഷൻ സ്ക്വയർ അടിപൊളി തന്നെയാണ്. കയറാത്തവരൊക്കെ മസ്റ്റായിട്ടും ഇവിടെ വന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ കാണുന്ന ഗെയിംസുകളൊക്കെ പിള്ളേർ അടിച്ചു പൊളിച്ചതാണ് കേട്ടോ. ഈ അഡ്വഞ്ചറായിട്ടുള്ള ഇത് സൂപ്പർ തന്നെയാണ്. ഇത് സിപ്പ് ലൈനാണ്. അവിടെ നിന്ന് മുകളിൽ നിന്ന് കയറിയിട്ട് സിപ്പ് ലൈനിൽ കൂടെ താഴേക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്നതാണ്. പിന്നെ പല പല റോപ്പുകൾ പല തരത്തിൽ നമുക്ക് മൂവ് ചെയ്ത് പോകാൻ പറ്റണതാണ്. നമുക്ക് ഭയങ്കരമായിട്ടും പേടിയാവട്ടാവും. ഇതിൻ്റെ ഉദ്ദേശം സ്ട്രെസ് റിലീഫും കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ടാണ്. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും പിരിയാൻ പോവാണ്. ഞങ്ങൾ എമിറാത്തിയിൽ ആലുവയിൽ വന്നിട്ട് എമിറാത്തിയിൽ ഫുഡ് കഴിച്ച് എല്ലാവരും ടയേർഡായിരുന്നു. കാരണം നല്ലോണം വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ഒരു ദിവസം എൻജോയ് ചെയ്ത് തിരിച്ചു പോരാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.